ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ്. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നാളെ ശുക്രരാശി മാറ്റം സംഭവിക്കുന്ന ദിവസമാണ്. ശുക്രൻ മകരം രാശിയിൽ നിന്നും നാളെ കുംഭം രാശിയിലേക്ക് രാശി മാറുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിത യോഗഫലങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരും. ശുക്രരാശി മാറ്റമെന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെയും ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ലൗകിക ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഏത് ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും ആ ശുക്രൻ്റെ സാന്നിധ്യം നല്ല രീതിയിൽ ഉണ്ടാകണം. ശുക്രൻ രാശിക്ക് വളരെ നല്ല ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആ രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് അപ്രതീക്ഷിത നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. മകരം രാശിയിലാണ് ശുക്രൻ ഇപ്പോൾ ഉള്ളത്. നാളെ കുംഭം രാശിയിലേക്ക് രാശി മാറും. ഈ കുംഭം രാശി എന്ന് പറയുന്നതും ആ രാശിയുടെ അധിപൻ ശനിയാണ്. ആ രാശിയിലേക്കൊക്കെ ശുക്രൻ വരുമ്പോൾ അത് വളരെ ശുക്രന് ബലം നൽകുന്ന ഒരു രാശി കൂടിയാണ്. ശുക്രന് ഒരുപാട് നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങളൊക്കെ ശനിയുടെ രാശികളിൽ സഞ്ചരിക്കുന്ന സമയത്ത് പല വ്യക്തികൾക്കും നൽകുന്നതുമാണ്. ഈ ഒരു സമയം നിങ്ങൾക്കാർക്കെങ്കിലും ശുക്രമഹാദശ സ്വന്തം ജനന ജാതകപ്രകാരം നടക്കുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നവർക്കുമൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വന്നു ചേരും. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഈ ഒരു ശുക്രരാശി മാറ്റം, കുംഭം രാശിയിലുള്ള ശുക്രൻ്റെ സഞ്ചാരം അത്രമേൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ്. 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. നമുക്കിനി ഏതൊക്കെയാണ് ആ രാശിക്കാരെന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് രാശിക്ക് 11-ാം ഭാവത്തിൽ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്തിൻ്റെയൊക്കെയാണോ ആധിപത്യം വഹിക്കുന്നത് ആ രീതിയിലുള്ള ഗുണഫലങ്ങളായിരിക്കും കൂടുതലായിട്ടും ലഭിക്കുക. പ്രധാനമായിട്ടും മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ നിങ്ങൾക്ക് ധനകാരകനാണ്, ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. അപ്പോൾ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉയർച്ച, ധനവരവ് വന്നു ചേരും. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നല്ലൊരു മാറ്റമുണ്ടായി നിങ്ങൾക്ക് പണം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. ശുക്രൻ ധനകാരകനായതുകൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പണം സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം. പലരെയും സംബന്ധിച്ച് വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം, ഗൃഹനിർമ്മാണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ അവരവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന സമയം. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതേ സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ വാക്കിന് അത്രമേൽ ശ്രേഷ്ഠത ലഭിക്കുന്ന സമയവുമാണ്. അതുപോലെ തന്നെ ശുക്രൻ ദാമ്പത്യകാരകനായതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മേടം രാശിക്കാരുണ്ടെങ്കിൽ അത് പൂർണ്ണമായി വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടിടങ്ങളിലായിട്ടൊക്കെ വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ളൊരു ഭാഗ്യം ഈ ഒരു സമയത്ത് ശുക്രൻ നൽകും. മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും രണ്ടിടങ്ങളിലായിട്ട് കഴിയുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുമിച്ച് ദാമ്പത്യപരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഒരു വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊക്കെ സ്വയം അവരവർക്ക് തന്നെ പരിഹരിച്ച് നല്ലൊരു കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം പുനർവിവാഹത്തിനുള്ള യോഗവും ലഭിക്കും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സം നേരിട്ടിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. അങ്ങനെയുള്ള തടസ്സങ്ങൾ ഈ ഒരു സമയത്ത് വിട്ടുമാറും. 11-ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്ന, ആഗ്രഹങ്ങൾ
ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത്രമേൽ സമയം അനുകൂലമാണ്. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്പാദ്യമുണ്ടാവുക. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളുണ്ടാകും. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് മേടം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും ഈ ഒരു സമയത്ത് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. അതിനൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. പല കാര്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. മേടം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുടുംബത്തിൽ പല മംഗളകരമായ കാര്യങ്ങൾ നടക്കുക, കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമാണ്. ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ, പൂർണ്ണ ശുഭൻ. അതുപോലെ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യം നൽകുന്ന ഗ്രഹമായ ശനിയുടെ രാശിയായ കുംഭത്തിൽ സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. കുംഭം രാശി നിങ്ങൾക്ക് 10ാം ഭാവമായ കർമ്മസ്ഥാനമായിട്ട് വരുന്നു. ഈ ഒരു സമയം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ജീവിതത്തിൽ ലഭിക്കും. പ്രത്യേകിച്ചും കർമ്മസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം അവരവരുടെ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊരു പൂർണ്ണമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലിയിൽ നല്ലൊരു മാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു ഇടം മാറ്റമോ സ്ഥാനമാറ്റമോ പദവി ഉയർച്ചയോ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പുതിയൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ ഈ സമയത്ത് അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ, കർമ്മസംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് അവരവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ലഭിക്കും. പ്രത്യേകിച്ചും ബിസിനസ്, സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും സമയം വളരെ അനുകൂലമാണ്. പലർക്കും ധനപരമായി, സാമ്പത്തികപരമായിട്ടൊരു ഉയർച്ച, നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും എന്നുള്ളതാണ്. ശുക്രൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും എടുത്തു കളയുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വന്ന് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറും. അതുപോലെ നിങ്ങൾ നേരിടുന്ന ശത്രുതകൾ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എതിർപ്പുകൾ, ശത്രുതകൾ, നല്ലത് ചെയ്താൽ പോലും മോശപ്പെട്ട പ്രതികരണം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരനുഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം വന്നു ചേരുകയും ചെയ്യും. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ഇരുമ്പ്, ഉരുക്ക്, സ്റ്റീൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അതിൻ്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ ശുക്രൻ നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശുക്രരാശി മാറ്റം, കുംഭം രാശിയിലുള്ള ശുക്രൻ്റെ സഞ്ചാരം, അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഭാഗ്യമെന്ന് പറയുന്ന പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശുക്രരാശി മാറ്റം നല്ല രീതിയിലുള്ളൊരു മാറ്റം നൽകും. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ശുക്രരാശി മാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, യോഗങ്ങൾ നൽകുന്ന തരത്തിലാണ്. എല്ലാവിധ നന്മകളും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം നൽകുന്ന ഒരു ഗ്രഹമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുംഭം രാശി എന്ന് പറയുന്നത് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് വരുന്നു. ഭാഗ്യത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി പലർക്കും ജീവിതത്തിൽ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിൽ, ചിലർക്ക് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചകൾ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പലരും ഇപ്പോൾ ഒരു വലിയൊരു കടബാധ്യത, സാമ്പത്തിക പ്രതിസന്ധിയിൽ, അത് ജീവിതത്തിലെ പല കാര്യകാരണങ്ങൾ കൊണ്ടാകാം, പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശക്തമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട്, അതുപോലെ വണ്ടി വാഹനങ്ങളിൽ നിന്നോ മറ്റു പല കാര്യങ്ങളിൽ നിന്നോ ചെറിയ അപകടങ്ങൾ, ചതവ്, ഒടിവ്, ശരീരത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ മിഥുനരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചിലർക്ക് ദാമ്പത്യപരമായിട്ടും കർമ്മ സംബന്ധമായിട്ടുമൊക്കെ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതിനൊക്കെ ഒരു മാറ്റമാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നൽകുന്നത്. ശുക്രൻ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തീരെ പ്രതീക്ഷിക്കാതെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ ലഭിച്ചവരാണെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത പല പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങളും വന്നു ചേരുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുക. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലഭിക്കുക. പൂർവിക വഴിയിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന ഒരനുഭവം ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. പലർക്കും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ, പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം. യാത്രകൾ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. പലരെയും സംബന്ധിച്ച് മിഥുനരാശിയിൽപ്പെട്ട പലർക്കും ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന പുണ്യസ്ഥലങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ക്ഷേത്രങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക. വിദേശ ജോലി, വിദേശവാസം ഈ സമയത്ത് അനുഭവത്തിൽ വരും. മിഥുനരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനം, വിദേശ പഠനം ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങൾ ഈ ഒരു സമയത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മിഥുനരാശിപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ജോലി ലഭിക്കുക, നല്ല വിവാഹം നടക്കുക, അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ആ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സം, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി കുട്ടികളുടെ നല്ല വിവാഹം നടക്കുന്ന സമയം. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾ മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്കും മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. ഈ ഒരു ശുക്രരാശി മാറ്റം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ തരത്തിലുമുള്ള നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ തുലാം രാശിക്കാർക്ക് രാശിയുടെ അധിപനാണ്. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനായ ശുക്രൻ നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. തുലാം രാശിക്കാരായ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം തന്നെ ശനിയാണ്. ആ ശനിയുടെ രാശിയായ കുംഭത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ കാലഘട്ടത്തിൽ ലഭിക്കും. സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഉന്നതി ലഭിക്കുന്നതാണ്. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ഒരു ഗുണം, പലതരത്തിലുള്ള
ഒരു നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും എന്നുള്ളത്. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് നാളുകളായി തുടരെ ചികിത്സകളൊക്കെ നടത്തി വന്നിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ചികിത്സകൾക്കൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുക, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ പുനരാരംഭിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായ സമയം. അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിൽ എത്തുന്ന സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശാരീരികമായും മാനസികമായും നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമതകളും വിട്ടുമാറി മനസ്സിന് നല്ല സമാധാനം, സുഖം, സന്തോഷം വന്നു ചേരുന്ന ഒരു അവസ്ഥ ലഭിക്കും. ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ശുക്രൻ എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിൽ അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ്. നിങ്ങൾ തുലാം രാശിക്കാർക്കും ഏറ്റവും ഉത്തമനാണ്. ഈ സമയത്ത് പലർക്കും വണ്ടി വാഹനം വാങ്ങുവാനുള്ള യോഗം ഈ ശുക്രരാശി മാറ്റം നൽകും. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് പലർക്കും ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ്. പൂർവികപരമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെ പൂർവിക വഴിയിലൊക്കെ എന്തെങ്കിലും സ്വത്ത് വകകൾ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക, ആ പൂർവിക വഴിയിൽ നിന്ന് പല ലാഭങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരവരുടെ കുട്ടികളെ കൊണ്ടും തുലാം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല നന്മകളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. വിവാഹം കഴിഞ്ഞു ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട ദമ്പതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾക്ക് അല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്ന സമയമാണ്. ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയവുമാണ്. അങ്ങനെ പലതരത്തിലും തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് സമയം അനുകൂലമാണ്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചു പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു അനുയോജ്യനായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന സമയമാണ്. അതായത് നല്ലൊരു മംഗല്യ ഭാഗ്യം, വിവാഹയോഗം തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ ഈ ശുക്രരാശി മാറ്റം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളും നേട്ടങ്ങളുമായിരിക്കും നൽകുന്നത് എന്നത് വീണ്ടും എടുത്തു പറയുന്നു. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനും സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈ ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. ശുക്രൻ നിങ്ങൾക്ക് ധനസ്ഥാനത്തിൽ, രണ്ടാം ഭാവമായ ധനസ്ഥാനത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ധനത്തിന് ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശനി. ആ ശനിയുടെ രാശിയായ കുംഭത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിരിക്കും. എത്ര വലിയ ഒരു കടബാധ്യതയോ സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കതിലൊരു നല്ല മാറ്റം ഈ ഒരു സമയത്ത് ലഭിക്കും. നിങ്ങളിലേക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്നൊക്കെ പണം വന്നു ചേർന്ന അനുഭവം, അതുപോലെ തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറുകയും ചെയ്യും. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന മകരം രാശിക്കാരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു നല്ല ഒരു മാറ്റമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. അപ്പോൾ ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് പലർക്കും ഈ ഒരു സമയത്ത് അവരവർ ചെയ്യുന്ന കർമ്മത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാറ്റങ്ങളായിരിക്കും കൂടുതൽ ലഭിക്കുക. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഏത് തരത്തിലുള്ളൊരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിലും നിങ്ങൾ ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്ന നല്ല ഒരു മാറ്റം വന്നു ചേരുന്ന സമയമാണ്.
അപ്രതീക്ഷിതമായിട്ടൊരു ഉയർച്ചകൾ വന്നു ചേരും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മുഖാന്തരം ധാരാളം പണം വന്നു ചേരുന്ന അനുഭവം, അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമെന്ന് പറയാം. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയം മുതൽ നിങ്ങളൊരു ജോലിക്ക് ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്ന സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് വിസയൊക്കെ സംബന്ധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി വിദേശത്ത് ലഭിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും അതിൽ കാര്യമായിട്ടുള്ളൊരു പുരോഗതി, നല്ല ഒരു മാറ്റം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മുഖാന്തരം നല്ലൊരു മാറ്റം അവരവരുടെ ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ചേരും. ശുക്രൻ എന്ന് പറയുന്നത് തന്നെ ലൗകിക ജീവിതത്തിന് ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ഈ ഒരു സമയം മകരം രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമതകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. സാമ്പത്തികപരമായിട്ടും നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ അത്രമേൽ വില നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും, അവരവരുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. സ്വന്തം ബന്ധങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൂടെയൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ ആ സ്വന്തം ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറുക. സ്വന്തം ബന്ധങ്ങളുമായി കൂടിച്ചേരുവാനുള്ളൊരു അവസരം വന്നു ചേരുക. പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ പറഞ്ഞ് പരിഹരിച്ച് ആ ബന്ധത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ളൊരു അവസരം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. പലതരത്തിലും പലയിടത്തു നിന്നും നല്ലൊരു മാറ്റം, നല്ലൊരു ഗുണഫലം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവം വന്നു ചേരും. മകരം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ, പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പല നന്മകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ മുടങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ നല്ല നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രത്യേകിച്ചും മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുമെന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധിയെയും നമ്മൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് വളരെ നല്ല അവസരങ്ങൾ വന്നു ചേരുക, നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള യോഗഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഒരു സമാധാനം, സുഖമൊക്കെ ലഭിക്കും. ജീവിത പങ്കാളി മുഖാന്തരം നിങ്ങൾക്കൊരു നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരുക. അങ്ങനെയുള്ള നല്ല മാറ്റങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിരിക്കും. മകരം രാശിക്കാർക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ള, ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു മുന്നേറ്റമാണ്. പലതരത്തിലും ഈ ഒരു സമയത്ത് ശുക്രൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് അറിയുവാനും സാധിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ രാശിയിൽ തന്നെ, ജന്മരാശിയിൽ തന്നെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. 7.5 ശനിയുടെ അവസാന പാദത്തിൽ കൂടെ കടന്നു പോകുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. മാനസികമായും ശാരീരികമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു തരത്തിലും ഒരു സമാധാനം, സുഖം, സന്തോഷം അനുഭവിക്കാതെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് പലരും. കുംഭം രാശിക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ചും എന്ന് വേണ്ട സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്നുമൊക്കെ പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്, അനുഭവിച്ചു കഴിഞ്ഞവരാണ് എന്ന് പറയാം.
നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് എന്നുള്ളതാണ്. അത് മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികം ശാരീരികമായിട്ടാണെങ്കിലും ഒക്കെ ഈ ശുക്രരാശി മാറ്റത്തോടു കൂടി ഒരു നല്ല ഒരു ജീവിതാനുഭവം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ലഭിക്കും. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ജോലിയിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച, നല്ല മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കും. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊരു മാറ്റം അനുഭവത്തിൽ വരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. എത്ര വലിയ കടബാധ്യതകളോ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെയോ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ളൊരു നല്ല വഴി, ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണോ അത് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക, നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളതിനുള്ള ആ ഒരു പ്രതിഫലം എന്ന് പറയുന്ന പോലെ ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന പണം പോലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഭവം ഈ ഒരു സമയത്ത് ലഭിക്കും. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട പലർക്കും ജീവിതത്തിൽ മുന്നോട്ട് ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പലർക്കും ഈ ഒരു സമയത്ത് ഒരു ഭൂമി, ഗൃഹം, വണ്ടി, വാഹനത്തിനുള്ള യോഗമൊക്കെ ശുക്രൻ നൽകും. ശുക്രൻ നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖം അനുഭവത്തിൽ വരണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, നല്ല ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന നന്മകൾ, ആരോഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോഴാണ് നമുക്ക് ആ സുഖമെന്ന് പറയുന്നത് അനുഭവത്തിൽ ലഭിക്കുന്നത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം, ആ ഒരു സാന്നിധ്യം അനുഭവത്തിൽ വരും. എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. പലതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പോലെ ആ സമയത്ത് നിങ്ങളിലേക്ക് ലഭിക്കും എന്നുള്ളതാണ്. കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റം, ആരോഗ്യപരമായ മുന്നേറ്റം, ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം, കടബാധ്യതകളിൽ നിന്നുള്ളൊരു മോചനം, ഇതുപോലെ എല്ലാ തരത്തിലും ആ ശുക്രൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങൾ, അതായത് പുണ്യസ്ഥലങ്ങളോ പുണ്യക്ഷേത്രങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനുള്ള ഒരു യോഗം ഈ ഒരു സമയത്ത് ശുക്രൻ നൽകും. അതുപോലെ വിദേശത്ത് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എത്രയും വേഗം കടൽ കടന്ന് വിദേശത്തൊരു ജോലിക്കുള്ള ഭാഗ്യം കൂടെ ലഭിക്കുന്ന സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശനിയുടെ അവസാന കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം ഒരു വലിയ ആശ്വാസമാണ്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള ഒരു അവസരങ്ങൾ, ജീവിതത്തിൻ്റെ ഉയർച്ച, നന്മകളൊക്കെ വന്നു ചേരും. എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെയോ വിഷമതകളിൽ കൂടെയോ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ മുന്നോട്ട് ഈ ശുക്രരാശി മാറ്റത്തോടു കൂടി ഒരു വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. വിഷമിക്കേണ്ടതായിട്ടില്ല, സമാധാനമായി മുന്നോട്ട് പോകാം. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.